18 വയസ്സിന് താഴെയുള്ളവർ ഈ വീഡിയോ സ്വൈപ്പ് ചെയ്ത് പോകുക. ബാക്കിയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വേറെ ഏത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്രയും അൺസെറ്റിലിംഗ് ആണ്, ഭീതിപ്പെടുത്തുന്നതാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഫിനാൻഷ്യറുടെ കേസ് ഫയൽസ് ഒക്കെ റിലീസ് ആയ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അത് നമ്മൾ സാധാരണക്കാർക്ക് ആക്സസ് ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ആക്സസ് ചെയ്യാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ആൻഡ് വൈ ഷുഡ് യു ഡു ദാറ്റ്? കാരണം ഓരോരുത്തരും ഇത് വായിച്ചിരിക്കണം, കേട്ടിരിക്കണം, പഠിച്ചിരിക്കണം. ബിക്കോസ് ദ വേൾഡ് ഇസ് ഡൂംഡ്. നമ്മുടെ ലോകം നശിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സേഫ് ആണെന്നായിരിക്കുമല്ലോ വിചാരിക്കുന്നുണ്ടാക്കുക. ഇന്ത്യ, കേരള, സൗത്ത് ഇന്ത്യ ഒക്കെ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാവരും ഇത് വായിച്ചിരിക്കണം എന്ന് പറയുന്നത്. എൻ്റെ നിങ്ങളുടെ ഈ സമയത്തിന് വില ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ക്ലിയർ ആയിട്ട് അത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളാം. മൊത്തം PDF അനലൈസ് ചെയ്യാന്ന് പറയുന്ന ഒടുക്കത്തെ ടാസ്ക്കാണ്. ഏകദേശം 30 ലക്ഷത്തോളം ഫയലുകൾ ഉണ്ട് അതിൽ. കുറച്ച് പേര് അത്രയും ഫയൽസ് നിന്ന് കുറച്ച് മെയിൽസ് gmail.world എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതായത് ജിമെയിൽ പോലെ ജെഫ്രിക്ക് വന്ന മെയിലുകളൊക്കെ നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. ഇനി പോയിന്റ് നമ്പർ 1, ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. അത് ഫോട്ടോ ആണെങ്കിലും ശരി, ഡോക്യുമെന്റ് ആണെങ്കിലും ശരി, കാണുക, വായിക്കുക, വിടുക. ഇത് എത്ര കാലം ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഈ അടുത്തത് എടുത്തു പോകും. പിന്നെ macOS ഒക്കെ ഉള്ളവർക്ക് പിന്നെയും ധൈര്യത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ആന്റിവൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ ആലോചിക്കാം. പക്ഷേ സ്റ്റിൽ ഡോണ്ട് റിസ്ക് ഇറ്റ്. ഇനി ലക്ഷക്കണക്കിന് മെയിലിൽ നിന്ന് നമ്മൾ എന്തെന്ന് വിചാരിച്ചാൽ തരിക? അതിനൊരു കോഡ് ഉണ്ട്. പബ്ലിക്കായി പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം. അതിൽ കുറച്ച് കോഡുകൾ എന്താണെന്ന് വെച്ചാൽ, ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ, പിസ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, അതിൽ ചീസ് എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടികൾ, പ്രായമെത്താത്ത പെൺകുട്ടികൾ, പിന്നെ പാസ്ത എന്ന് പറഞ്ഞാൽ അതേപോലെ പ്രായമെത്താത്ത ആൺകുട്ടികൾ, ഇനി ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ മെയിൽ. ഇന്നലെ നമ്മൾ MJയുടെ വീഡിയോ ചെയ്ത സമയത്ത് 13 ഫാമിലീസിനെ കുറിച്ച് പറയുന്നില്ലേ? ലോകം ഭരിക്കുന്ന 13 ഫാമിലീസ്. അതിലൊരു മെയിൻ ഫാമിലിയാണ് റോത്സ്ചൈൽഡ്. 1700കളിൽ തുടങ്ങിയ ബാങ്കിങ് ശൃംഖല ഇന്ന് ലോകത്തിലെ സകല മേജർ ഫിനാൻഷ്യൽ ഡിസിഷൻസും തീരുമാനിക്കുന്ന ഒരു ജയന്റ് ബാങ്കിങ് സിസ്റ്റം. അത്രയും ജയന്റ് വെൽത്ത് ഉള്ള, അത്രയും ബാങ്കുകളുള്ള ഫാമിലിയുടെ ഒരു ബാങ്കിന്റെ CEO ആണ് അരിയാന ഡേ റോത്സ്ചൈൽഡ്. ഇനി അവർ ജെഫ്രിക്ക് അയച്ച മെയിലാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. ഇനി ഫസ്റ്റ് അരിയാനയുടെ മെസ്സേജ് ജെഫ്രിക്ക് വരുന്നു. നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ നാളെ പാരീസിൽ പോകും, അത് കഴിഞ്ഞ് ഇസ്രായേലിൽ പോകുന്നു. അപ്പൊ ജെഫ്രി തിരിച്ചയക്കുന്നു, സമയം ഉണ്ടെങ്കിൽ കണ്ടാൽ നന്നായേനെന്ന്. അപ്പം അരിയാന തിരിച്ച് മെസ്സേജ് അയക്കുന്നു, അതിനെന്താ ഞാൻ പ്ലാന് മാറ്റാം, നമുക്ക് ഡിന്നർ സെറ്റാക്കാന്ന് പറയുന്നു. അപ്പൊ ജെഫ്രി തിരിച്ചയക്കുന്നു, നിങ്ങളുടെ വീട്ടിലോ എൻ്റെ വീട്ടിലോ, എൻ്റെ വീട്ടിലാണെങ്കിൽ ഡിസ്ട്രാക്ഷൻ കുറയും, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നല്ല ചീസ് ഉണ്ടാവുന്നു. ഇനി ഇവർ ഏത് ചീസിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം. ഇനി ആ പുള്ളിക്കാരിയുടെ വേറൊരു മെയിൽ വായിച്ചതാണ്, ഡിഡ് യു ഗെറ്റ് മൈ വീഡിയോ വിത്ത് ദ ഗേൾസ്. ഇനി നേതൻ മിഹ്റോൾഡെന്നോ മൈറോൾഡെന്നോ പറഞ്ഞിട്ടുള്ള വേറൊരാൾ, അദ്ദേഹം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസിന്റെ സ്ഥാപകരിൽ ഒരാൾ, മൈക്രോസോഫ്റ്റിന്റെ ചീഫ് ടെക്നോളജിക്കൽ ഓഫീസർ, ബിൽഗേറ്റ്സിന്റെ ഒക്കെ കീഴിൽ വർക്ക് ചെയ്ത ആൾ. പുള്ളിയും ജെഫ്രി ആയിട്ട് കോൺസ്റ്റന്റ് മെസ്സേജിംഗ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ മെസ്സേജസ് ഒന്നും കാണാനില്ല, പക്ഷേ ജെഫ്രി അയച്ച റിപ്ലൈസ് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഫസ്റ്റ് ജെഫ്രി ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാണ് സ്റ്റേ? അപ്പൊ പുള്ളി എന്തോ റിപ്ലൈ അയക്കുന്നു, ആ റിപ്ലൈ നമുക്ക് കാണാൻ പറ്റൂല. അതിനുശേഷം ജെഫ്രി തിരിച്ചയക്കുന്നതാണ്, അത് ശരി, അപ്പൊ റോത്സ്ചൈൽഡിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് തന്നുവിട്ട വൈനും ചീസും ഞാൻ എന്ത് ചെയ്യുന്നു? ഇനി ഈ കോഡ് ഭാഷയൊക്കെ ഈ മെയിലിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെയിൽ തന്നെ ലക്ഷക്കണക്കിനുണ്ട്. ഈ ചീസ് എന്ന് പറയുന്ന ഒരു കോഡിൽ എത്രങ്ങാനും മെയിലാണ്, എത്രയെങ്ങാനും കോൺവെർസേഷൻസ് ആണ് ആ ചീസിനെ കുറിച്ചിട്ട്. ഇനി ഏറ്റവും സങ്കടം വരുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊരു പിഞ്ചു പൈതലാണ്. ഇതിനെ അവരാക്കി കൂട്ടിയ കോലാണ് അടുത്ത് കാണിക്കുന്നത്. കാണിക്കാൻ പറ്റൂല എനിക്ക്, അത് ഒരാളും കാണരുതെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഈ ബ്ലർ ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ അകത്ത് മുഖത്ത് 1 ഇഞ്ച് തോല് കൂടിയില്ല. ആ പിഞ്ചു പൈതലിന്റെ മുഖമാണ്, ആ നേരത്തെ കണ്ട ഫോട്ടോയിലുള്ള മുഖമാണ് പിന്നെ എങ്ങനെയാക്കി മാറ്റിയത്. ഒരു ഇഞ്ച് തോല് കൂടി ആ മുഖത്തില്ല. മൃഗമൊന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇമാതിരി നിർകൃഷ്ട ക്രൂരത കാണിച്ചവരുടെ കയ്യിലാണ് ഇന്ന് പവർ കിടക്കുന്നത്. ആൻഡ് നൗ ഡു യു തിങ്ക് ദേ വുഡ് റിഫ്രെയിൻ ഫ്രം ഇറേസിംഗ് ദ എൻറ്റയർ പോപ്പുലേഷൻ ഇഫ് ദേ വാണ്ടഡ് ടു? ഇനി ഇതൊക്കെ കണ്ട ആൾക്കാർ എന്താ പ്രതികരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇനി കേരളവും സൗത്ത് ഇന്ത്യ ഒക്കെ സേഫ് ആണെന്ന് തോന്നുന്നവർക്ക് ഒരു മെയിലും കൂടി കാണാം, ജസ്റ്റ് റീച്ച്ഡ് ബാംഗ്ലൂർ. അതായത് ജെഫ്രിക്ക് വന്നൊരു മെയിലാണ്, ഞാൻ ബാംഗ്ലൂരിൽ എത്തി എന്ന് പറഞ്ഞിട്ട്. അതിനയച്ച റിപ്ലൈസോ കോൺവെർസേഷൻസോ ഒന്നും കാണാനില്ല. ഇത് ആരയച്ച മെയിലാന്ന് കൂടി കാണാനില്ല, അത് ഇറേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേരളം സേഫ് ആണെന്നാണോ വിചാരിക്കുന്നത്? ജെഫ്രി അങ്ങോട്ട് അയച്ചതാ, സുഖമായോ? അപ്പൊ തിരിച്ചു വന്ന മെയിലാണ്, കേരള മെസ്സേജ് എനിക്കിപ്പോ കിട്ടി, ഞാൻ തിരിച്ചു വിളിക്കാം. അപ്പൊ വിളിക്കാൻ തക്ക സൗഹൃദമുള്ള ഒരാളാണ് ഈ മെസ്സേജ് അയച്ചത്. അതിൽ കാണുന്നത് പീറ്റർ മെൻഡൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, ലണ്ടനിലെ ഏറ്റവും പവർഫുൾ മിനിസ്റ്റർ. ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ID ബാൻ ആയേക്കാം, പക്ഷെ പണിയെടുക്കാനുള്ള ആരോഗ്യം പടച്ചോൻ തരുന്ന അത്രയും കാലം എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ഒന്ന് ഇൻസ്റ്റാഗ്രാം നോക്കുന്നത് നിർത്തണം, ഈ വെബ്സൈറ്റ് തുറക്കണം, ഇത് ടൈപ്പ് ചെയ്ത് നോക്കണം. ഇതിൽ ഓരോ പറയുന്ന കീവേഡും ടൈപ്പ് ചെയ്ത് നിങ്ങൾ നോക്ക്, നിങ്ങൾ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ഇതിനെക്കുറിച്ച് അവെയർ ആയിട്ടിരിക്കണം. പിന്നെ നമ്മുടെ നാട്ടിൽ നല്ല ജോലി സാധ്യതയും ശമ്പളം ഉള്ളതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ നാട് വിട്ട് കണ്ടോരെ തെറിയും കിട്ട് വേറെ രാജ്യത്തും സ്ഥലത്തും ഒക്കെ പോയി പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഈ ചെകുത്താമാരുടെ അടുത്തേക്ക്. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇതിന്റെ ഇടയിൽ പറയട്ടെ, ഞാൻ ഈ കോൺസ്പിറസി തിയറീസിലൊന്നും വിശ്വസിക്കാത്ത ആളായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരനോട് വാഗ്വാദം ചെയ്ത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോൺസ്പിറസി തിയറിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഞാൻ പിന്നെയും വിചാരിച്ചു ഈ പറയുന്ന സംഭവങ്ങളൊന്നും സത്യമായിട്ടിരിക്കൂല, മനുഷ്യനെ തിന്നുക, പിന്നെ ഒക്കൾട്ട്, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഈ മെയിൽ വായിച്ചപ്പോൾ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ലിറ്ററലി ചെകുത്താമാരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്, നമ്മളെ മക്കളെ വിടുന്നത്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ നാടും കൂടി സേഫ് അല്ല എന്ന് മനസ്സിലാവും. അതിൻ്റെ ഒപ്പരം തന്നെ പഠിക്കാനും വയറ്റിപ്പഴപ്പിന് വേണ്ടി ജോലി എടുക്കാനും നമ്മൾ വേറെ നാട്ടിൽ ഈ ചെകുത്താമാരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം ഈ സംഭവം. കാരണം ഇവരോടൊന്നും ഡയറക്റ്റ് മുട്ടാനുള്ള പണമോ പ്രതാപമോ പവറോ നമുക്കില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സംഭവമുണ്ട്, പൈസക്കും പവറിനും
മുകളിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് യൂണിറ്റി, ഒരുമ. അത് നമ്മുടെ രാജ്യത്ത് കുറച്ചും കൂടി ഉള്ളത് നമുക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പക്ഷേ ദുരന്തം വരുമ്പോൾ മാത്രം പോരാ, എല്ലാ കാര്യത്തിനും വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ നാട്ടിലൊരു ബിസിനസ് തുടങ്ങിയാൽ അറിയാം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്. എന്നിട്ടാണ് നമ്മൾ ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ് ഈ ചെകുത്തമാരുടെ അടുത്തേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. നമ്മുടെ കൂടപ്പറപ്പുകളും നമ്മുടെ ചോരയിലുള്ള ആരെങ്കിലും പഠിക്കുമ്പോഴും അവിടെ ജോലി എടുക്കുമ്പോഴേ നമുക്ക് പേടി കൊടുങ്ങുള്ളൂ. പ്ലീസ് ബി അവെയർ, പ്ലീസ് റീഡ് ദീസ് മെയിൽസ്. കാരണം ആ PDF മൊത്തം വായിക്കാനുള്ള ക്ഷമ ആൾക്കാർക്ക് ഉണ്ടാവില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആരൊക്കെയോ ചേർന്ന് ഉണ്ടാക്കിയ ഒരു മെയിലാണിത്. ഇത് എത്ര ദിവസം ഉണ്ടാവും എന്ന് അറിയില്ല. വീണ്ടും പറയുന്നു, ഒന്നും ഡൗൺലോഡ് ചെയ്യരുത്, റീഡ് ഇറ്റ്, പ്ലീസ് ബി അവെയർ, പ്ലീസ് ബി വിജിലൻറ്റ്, ബി അലേർട്ട്. പിന്നെ ഒരു കാര്യം കൂടി, ചില സംഭവങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ തോന്നും, ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ കരഞ്ഞു വരെ പോകും. പക്ഷേ സ്റ്റിൽ പ്ലീസ് റീഡ് ഇറ്റ്, പ്ലീസ് ബി അവെയർ ഓഫ് ഇറ്റ്. എന്നെ അറിയുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം, ഞാൻ ഒരുവിധം ഈ ലോകകാര്യങ്ങളിലോ അല്ലെങ്കിൽ ന്യൂസിലോ പൊളിറ്റിക്സിലോ ഒന്നും ഇടപെടാത്തതോ വർത്താനം പറയാത്ത ആളാണ്. ഞാനാണ് ഈ സംഭവങ്ങളൊക്കെ വായിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു തോത്. ഇപ്പം എന്തായാലും കുറച്ച് സമയം എടുത്ത് അതൊന്ന് വായിച്ച് അതിൻ്റെ ഒരു ആകത്തുകയെങ്കിലും മനസ്സിലാക്കി വെക്കണം, എന്താണ് അവിടെ നടന്നത് എന്നുള്ളത്. ഒരു കാര്യം കൂടി, ഈ സംഭവമൊക്കെ നിന്ന് അതിലെവിടെയും പറയുന്നില്ല, ഇപ്പോഴും നടക്കുന്നുണ്ടാവും. അതാണ് ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന സംഭവം. ആൻഡ് സ്റ്റേ യുണൈറ്റഡ്. ഒരുമ കൊണ്ടേ നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ.